ഹലോ, അസ്സലാമലൈക്കും. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കളറിൽ തന്നെ 4 ജോഡി ഹെയർ ബാൻഡ് അതുപോലെ തന്നെ 6 സെറ്റ് ആലിഗേറ്റർ ക്ലിപ്പും വേണം പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അതൊരു സ്കൂളിലെ പരിപാടികൾക്കാണ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. ഈ സെയിം കളറിൽ തന്നെ ചെയ്ത് തരണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഗ്ലൂ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫ്ലവർ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കണ്ട ഈ ഒരു മോഡൽ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ന് സെൻറ്ററിൽ സ്റ്റോൺ വെച്ചിട്ട് 2-3 പീസ് ബാക്കിയുള്ളത് സ്റ്റോൺ വെക്കാണ്ടും ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഏകദേശം ഒരു മോഡൽ കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അതേപോലെ സെറ്റായിട്ട് തന്നെയാണ് ആലിഗേറ്റർ ക്ലിപ്പും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും നമ്മളത് ഉണ്ടാക്കില്ല, അപ്പോൾ അത് വീഡിയോസിലൂടെ തന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നും വിചാരിച്ച്. അതുപോലെ തന്നെ ഈ സെൻറ്റർ ക്ലിപ്പ് ഇതൊരെണ്ണം, അതുപോലെ തന്നെ ഈ കളറിൽ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് ഈ ഒരു ക്ലിപ്പും പിന്നെ വേറൊരു മോഡൽ ക്ലിപ്പും, അങ്ങനെ 3 ക്ലിപ്പും നമ്മൾ അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോസിലൂടെ കണ്ടു നോക്കുക. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെയൊക്കെ ഫ്ലവറൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ ഫ്ലവർ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏതായാലും ഉണ്ടാക്കുകയല്ല, അപ്പോൾ വീഡിയോസിൽ കൂടെ അത് നിങ്ങൾക്ക് കാണിച്ചും തരാം. അപ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ വീഡിയോസായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പിന്നെ നമുക്ക് ക്രിസ്മസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസും അതുപോലെ തന്നെ മാലകൾ അങ്ങനെയുള്ളതൊക്കെ വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ സീസണാണല്ലോ വരുന്നത്, അപ്പോൾ മാലകളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് വേണമെന്നുള്ളവരും അല്ലാതെയും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇനി ബീഡ്സാണ് വേണ്ടത് വെച്ചെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു മോഡലിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണം ഇങ്ങനെ സ്റ്റോൺ വെച്ചതും 2 എണ്ണം സ്റ്റോൺ വെക്കാത്തതാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസായിട്ട് തന്നെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പക്ഷേ അയച്ചിട്ട് കിട്ടാൻ 2 ദിവസം പിടിക്കും. കാരണം നമ്മൾ ഇവിടുന്ന് എല്ലാം കൂടെ ആവുമ്പോൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ക്ഷമിക്കുക. എന്തായാലും പെട്ടെന്ന് തന്നെ സാധനം കിട്ടാവുന്ന രീതിയിൽ തന്നെ ഞാൻ അയച്ചു തരുന്നതാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, എന്താണ് കുറച്ച് പൈസ തന്നിട്ട് സാധനം നമ്മൾ കൊടുക്കുന്നവരുണ്ട്. എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ എല്ലായ്പ്പോഴും പൈസ ഉണ്ടായിരുന്നൊന്നും വരില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അഡ്വാൻസ് എന്തെങ്കിലും അടച്ചിടുക. അഥവാ ഒരു കിറ്റൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പിന്നാക്കം നിൽക്കാറുണ്ട്. അപ്പോൾ ഉള്ള പൈസ എത്ര വെച്ചെങ്കിൽ അത് അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളത് മാറ്റി വെക്കാമെന്ന്, പൈസ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ഇരിക്കണ്ട, അതാണ് ഞാൻ പറയണത്. അപ്പോൾ ഉള്ള പൈസ അടക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ എന്നാണോ സാധനം നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് അതിനുള്ളിലായിട്ട് നിങ്ങൾ പൈസ ബാക്കി ഇട്ട് തന്നാലും മതി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഒരുപാട് പേര് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് നമ്മൾ പറയണത്, അതിലൊന്നും നിങ്ങൾ പേടിക്കണ്ട, അതിനൊക്കെ നമ്മൾ വിട്ടുവീഴ്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്കാണ് നമ്മളിതൊന്നും ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാം. കണ്ട, അപ്പം നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായി. അതായത് 2 സ്റ്റോൺ വെച്ചതും 2 സ്റ്റോൺ വെക്കാതെ സിമ്പിളായിട്ടുള്ളതും അങ്ങനെ വേണമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു കളറിൽ തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളറിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ആലിഗേറ്റർ ക്ലിപ്പും ഡിസൈൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കിറ്റ് വേണമെന്നുള്ളവർക്ക് കിറ്റായിട്ടും ഹെയർ ബാൻഡ് വേണമെന്നുള്ളവർക്ക് ഹെയർ ബാൻഡായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.